ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോ നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. ചെറുനാരങ്ങ നന്നായിട്ട് കഴുകി എടുത്തേക്കിന് ശേഷം ഒരു 8 പീസസ് ആക്കി ഒരു നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാ നാരങ്ങയും ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 നാരങ്ങ അതിലെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഈ മുറിച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീരെടുത്ത തൊലി കൂടി നമ്മൾ പീസസ് ആക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കല്ലുപ്പും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 ദിവസം അടച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ ദിവസവും ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ യോജിപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ ദിവസമായി തുറന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട്. കണ്ടോ, നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും മൂടി വെച്ചു. ഇനി ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചു. മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. അത് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചു. നാലാമത്തെ ദിവസം വന്നപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊന്നുമില്ല അധികം, ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ കഷ്ണങ്ങളും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് വെയിലത്തേക്ക് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളിത് ഗ്യാസിൽ കുക്ക് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വെയിലത്തേക്ക് 2 മുതൽ 3 മണിക്കൂർ വരെ വെയിലത്തേക്ക് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇതിലെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്നുകൂടി പോകാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഒരു 3 മണിക്കൂർ വെയിൽ വന്ന് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ഇതായി ഇതിൻ്റെ അവസ്ഥ. അതായത് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. എല്ലാ വശത്തും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇച്ചിരി കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ കായപ്പൊടി കൂടി ഇതിനകത്തേക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ഭരണിയിലേക്ക് ഈ അച്ചാർ ഇട്ട് വയ്ക്കാം. ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. കാരണമെങ്കിൽ മാത്രമേ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് അഴുത്ത് അച്ചാർ ടേസ്റ്റ് ആവുള്ളൂ. ഇത് 1.5 വർഷം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കേടുകൂടാതെ ഇതിരിക്കും. ആന്ധ്രയിലേക്ക് ആളുകൾ ഇതുപോലെയാണ് അച്ചാറിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വിനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്